ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പെന്ന് ഇ.ഡി. മെമ്പർഷിപ്പ് ഫീ എന്ന പേരിൽ പ്രതികൾ 1157 കോടി രൂപയാണ് തട്ടിയത്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ഇ.ഡി. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം പ്രതികൾക്കായി ഇ.ഡി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളായ കെ.ഡി. പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. വിനീത വി.ജി. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, എന്താണ് ഇ.ഡി. സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ? വേണു, കേരളം കണ്ടതിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ഹൈറിച്ച് എന്നാണ് ഇ.ഡി. കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്മീഷൻ ഫീ എന്ന ഇനത്തിൽ മാത്രം 1157 കോടി രൂപയാണ് പ്രതികൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ തുക പലിശയായി നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതെന്നും ഇ.ഡി. കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസന്വേഷണത്തിന്റെയും മറ്റും ഭാഗമായി പ്രതികളുടെ അക്കൗണ്ടുകളിൽ നിന്നുൾപ്പെടെയുള്ള 212 കോടി രൂപ ഇ.ഡി. നേരത്തെ തന്നെ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ തുക ഇത്തരത്തിൽ അനധികൃതമായി ഈ തട്ടിപ്പിലൂടെ സമ്പാദിച്ചതാണെന്നും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ തുക മരവിപ്പിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരിക്കുകയാണ്. ഈ കേസിലെ പ്രതികളായ കെ.ഡി. പ്രതാപൻ, ഒപ്പം തന്നെ പ്രതാപന്റെ ഭാര്യ ശ്രീന എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമുള്ളതാണ് ഇ.ഡിയുടെ ആവശ്യം.